പോകുന്നത് അവസാന നിമിഷത്തിലാണ്. മുഹമ്മദ് റിയാസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അതവിടെ നിന്നോട്ടെ. അല്ല, അതാണ് പ്രധാന കാര്യമായിട്ട് 2025 മെയ് മാസം സർക്കാർ പ്രധാന കാര്യമായിട്ട് എടുത്തിരിക്കുന്നത് അതാണ്. പറയട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞു 2025 മെയ് മാസം 22-ാം തീയതി മുഖ്യമന്ത്രി കേരളത്തിൽ ചിലയിടങ്ങളിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിൽ ചില അപാകതകൾ ഉണ്ടായി, ചില ഇടിവുകൾ ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ കൃത്യമായി പറയാം. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല. ആ മുതൽ ഇക്ഷ വരെ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ഇതേ വാക്ക് പലവട്ടം ആവർത്തിച്ച മന്ത്രിയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. അപ്പോ ഇതിലൊരു പങ്കുമില്ല എന്ന്, ഇതിന്റെ ഏത് കാര്യങ്ങളും ഒരു പങ്കുമില്ല, ഇതിലൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞവർ ഇന്ന് വന്നിരുന്ന് എന്നെ ക്ഷണിച്ചില്ല, എനിക്ക് കസേര കിട്ടിയില്ല, എന്നെ വിളിച്ചില്ല, എന്നെ പുറത്തു നിർത്തി എന്ന് പറയുന്നത് തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യങ്ങളിലാക്കിക്കൊണ്ടാണെന്ന്. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഫലകത്തിൽ എന്തിനാണ് പേര് വെച്ചത്? ഫലകത്തിൽ എന്തിനാണ് പേര് വെച്ചത്? മഹനീയ സാന്നിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഫലകത്തിൽ PM മുഹമ്മദ് റിയാസിന്റെ പേര് വെച്ചിട്ടുമുണ്ട്. അയാൾ PWD മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പേരുണ്ടാവില്ലേ? മുഖ്യമന്ത്രി ഉണ്ടോ? സംസ്ഥാന മുഖ്യമന്ത്രി ഉണ്ടോ മഞ്ജുശ്രീ? മുഖ്യമന്ത്രി ഉണ്ടോ? പിണറായി വിജയനെ ക്ഷണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിനെ, LDF സർക്കാരിനെ മാറ്റി നിർത്തി വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന BJP എന്ന് നിങ്ങൾക്ക് പറയാം. മുഹമ്മദ് റിയാസ് ആയത്, അതുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി പറഞ്ഞത്, മരുമോൻ മുഹമ്മദ് റിയാസ് ആയതുകൊണ്ടാണോ ഈ പ്രശ്നം? വേറൊരു മന്ത്രിയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് കൃത്യമായി ചോദിക്കാൻ കാരണം അതാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ച യോഗത്തിൽ മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിക്കാത്തത് കൊണ്ട് നിങ്ങൾ മാറി നിന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുക? കേരളത്തിന്റെ വികസന പദ്ധതിയാണല്ലോ. 5500. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.